മെസ്സി അങ്ങനെ ആ റെക്കോർഡ് സ്വന്തം പേരിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഗോൾ സ്കോറർ ഇൻ വേൾഡ് കപ്പ് ഹിസ്റ്ററി. മിറോസ്ലാവ് ക്ലോസെ ആയിട്ട് 16 ഗോൾസിൻ്റെ ടൈപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഗെയിമിൽ ഒരു ഗോൾ അടിച്ച് ആ റെക്കോർഡ് സ്വന്തം പേരിൽ എഴുതി ചേർക്കുന്നു. പിന്നെ ഒരു ഗോളും കൂടെ അടിച്ചിട്ട് അത് കുറച്ചുകൂടെ എന്താ പറയുക, ആ ലീഡ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമം. ആദ്യത്തെ ആ പെനൽറ്റി മിസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ മേ ബി അതൊരു ഹാട്രിക്ക് പോലെ വന്നേനെ. അല്ലെങ്കിൽ ലാസ്റ്റ് കിട്ടിയ ആ ഒരു ഫ്രീ കിക്ക്, അത് ചെറിയ രീതിയിലാണത് ഗോൾ പോസ്റ്റ് മിസ് ചെയ്ത് പുറത്തു പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വേൾഡ് കപ്പിൽ തന്നെ 2 കളികളിൽ ടോട്ടൽ ഓഫ് 5 ഗോൾസ് അങ്ങനത്തെ ഒരു ഇതിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. മെസ്സിയുടെ ഈ ഒരു ഫോം അത്യാവശ്യം നല്ല രീതിയിൽ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് ഫോണ്ടെയിൻ്റെ 13 ഗോൾ എന്നുള്ള ആ ഒരു റെക്കോർഡ്, ഒരു വേൾഡ് കപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ ഗോള് നേടിയ ആ റെക്കോർഡ് മെസ്സിക്ക് ചിലപ്പോൾ തൂത്തെറിയാനായിട്ട് സാധിച്ചെന്ന് വരാം. അത് ടീമേറ്റ്സ് എല്ലാവരും കൂടെ വിചാരിച്ച് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്ത് ആക്കി കളിക്കണം. ഇന്നത്തെ കളിയിൽ കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിഡ്ഫീൽഡൊക്കെ ആണെങ്കിൽ തന്നെയും കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. ബാക്ക് ആണെങ്കിലും കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത്തും, പിന്നെ എനിക്ക് തോന്നുന്നു പേസൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ്. പ്ലെയേഴ്സിനൊക്കെ ഫിസിക്കാലിറ്റി കുഴപ്പമില്ലാതെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ആ ഒരു മിഡിൽ പേസ് ഭയങ്കര രീതിയിൽ കുറവ്. ട്രാൻസിഷനൊക്കെ ആണെങ്കിലും ഭയങ്കര സ്ലോ ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഗെയിം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടീംമേറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഉയർന്ന് കളിച്ചിട്ട് അത് ഈ ഒരു ടൂർണമെൻറ്റ് അങ്ങോട്ടേക്ക് മാക്സിമം ലെങ്ത്തിൽ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി മെസ്സിക്ക് ആ ഒരു ഗോൾ സ്കോറിംഗ് റെക്കോർഡ് ഇൻ 1 എഡിഷൻ 13 ഗോളുകൾ എന്നുള്ള ജസ്റ്റ് ഫോണ്ടെയിൻ്റെ റെക്കോർഡ് ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ വാട്ട് ഡു യു തിങ്ക്?